ഹലോ ഗൈസ്, വെൽക്കം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പൂസ്കസ് അവാർഡിനെ കുറിച്ച്, ഫുട്ബോളിലെ പൂസ്കസ് അവാർഡിനെ കുറിച്ച് പോയിന്റ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പം കാണാം. പൂസ്കസ് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ അവാർഡ് ഒരു സിഗ്നിഫിക്കൻ്റ് ഓർ ദ ബ്യൂട്ടിഫുൾ ഗോൾ ഓഫ് ദി ഇയർ ആ ഗോൾ അടിക്കുന്ന പ്ലെയറിന് കിട്ടുന്നതാണ് ഈ അവാർഡ്. ഇത് ഉണ്ടാക്കിയിരുന്നത് 2009 ഫിഫ ഇൻ ദ ഓണർ ഓഫ് ഫെർണിക് പൂസ്കസ്, ലെജൻഡറി ഹംഗേറിയൻ സ്ട്രൈക്കർ. അത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. നല്ലൊരു പ്ലെയറായിരുന്നു. അയാളുടെ ഒരു ഹോണറിന് വേണ്ടിയാണ് ഈ അവാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ ജെൻഡേഴ്സ്. ഫീമെയിലിനും മെയിലിനും ബോത്ത് ജെൻഡറിനും ജയിക്കാൻ പറ്റുന്ന ഒരു അവാർഡാണ്. ഈവൻ ലോകത്തിലെ ഏറ്റവും താഴത്തെ ലീഗ് കളിക്കുന്നവർക്ക് വരെ അത് ജയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ISL കളിക്കുന്നവർക്ക് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്നതാണത്. അതായത് ഈ ഗോൾ ലീഗിനോ ലെവലിനോ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു റിവാർഡല്ല. ബട്ട് ഇറ്റ് ഈസ് ഫോർ പ്രൊഫഷണൽ ഫുട്ബോളിൽ ഒരു ക്ലബിനോ ഒരു ഇൻ്റർനാഷണൽ ക്ലബിനോ ഇതിലെല്ലാം ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനിയും പിന്നെ ഇത് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഇയറിലെ ഏറ്റവും 3 ടോപ്പ് ബ്യൂട്ടിഫുൾ ഗോൾസ് ചെയ്യുന്ന ആൾക്കാർ ഏത് ഗോളിലാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത് ആ പ്ലെയറിനാണ് കിട്ടുന്നത്. അത് നോട്ടബിൾ ചില വിന്നേഴ്സ്, പാസ്റ്റ് വിന്നേഴ്സ്: ക്രിസ്ത്യാനോ റൊണാൾഡോ 2009, സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് 2013, മുഹമ്മദ് സാല 2018, സൺ ഹെങ്മിൻ 2020. ലയണൽ മെസ്സി ജയിക്കേണ്ട 5 പ്രാവശ്യം ജയിക്കേണ്ട, ബട്ട് എല്ലാം വേറെ പ്ലെയേഴ്സ് എടുത്തു. മറ്റേ മെസ്സിയുടെ സോളോ ഒരു മറ്റേ ഗോളീനെ ഡ്രിബിൾ ചെയ്ത് അടിച്ച് 2004 5 എങ്ങാണ്ട് ആ കമൻട്രി അങ്കര മെസ്സി എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പൂസ്കസ് അവാർഡ് ജയിക്കേണ്ട ഗോളായിരുന്നു. ബട്ട് ആ സമയത്ത് പൂസ്കസ് അവാർഡ് എക്സിസ്റ്റ് ചെയ്തില്ല. റൊണാൾഡോയുടെ ഗോള് മറ്റേ 40 വേർഡ് ഗോൾ പോസ്റ്റിൽ ദൂരെ നിന്ന് ഔട്ട്സൈഡ് ദ പോസ്റ്റ് ഗോൾ അടിച്ച ഗോൾ പോസ്റ്റിലെ ടോപ്പ് കോർണറിൽ കയറിയതാണ്. പിന്നെ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവാർഡ് എംഫാസിസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നിക്, ഈ സ്പോർട്സ്മാൻഷിപ്പിലേക്കുള്ളൊരു താല്പര്യം, ഫുട്ബോളിലേക്ക് ഹോണറിങ് മൂമെൻറ്റ്സ് എന്ന് വെച്ചാൽ കുറേ മൂമെൻറ്റ്സ് ഇങ്ങനെ ബുദ്ധിപൂർവ്വം കളിച്ച് ജയിക്കുന്നതാണ് ഇതിനെ പറയുന്നത്. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് പൂസ്കസ് അവാർഡിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ്. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.